സിവിൽ സർവീസ് പാസ്സായ ചില ഉദ്യോഗസ്ഥരുടെ സംസാരം കേൾക്കുമ്പോഴും അവരുടെ അറിവുകൾ പങ്കുവയ്ക്കുമ്പോഴും ഒക്കെ പല അവസരങ്ങളിലും നമ്മൾ മൂക്കത്ത് വിരൽ വയ്ക്കും. ഇത് എന്തോന്നാണ് നമ്മൾ കേൾക്കുന്നതെന്ന് ആലോചിക്കും. സംസ്ഥാനത്തെ വളരെ പ്രസിദ്ധനായ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ, വേണ്ട ഇങ്ങനെ അകലക്കൂട്ടിയൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞത് ടി സെൻകുമാറിനെ കുറിച്ചാണ്. ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം BJPയിൽ അംഗത്വം എടുത്ത സെൻകുമാർ, പുള്ളിക്കാരൻ 2020 മാർച്ച് മാസത്തിൽ ഒരു പത്രസമ്മേളനം നടത്തി. നിങ്ങൾ പലർക്കും ആ പത്രസമ്മേളനം ഓർമ്മ കാണും. ലോകം മുഴുവൻ കോവിഡ് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിലായിരുന്നു ടി സെൻകുമാർ അന്ന് പത്രസമ്മേളനം നടത്തിയത്. കേരളത്തിലും ഇന്ത്യയിലും കോവിഡ് വൈറസ് വലിയ രീതിയിൽ പടർന്നു പിടിക്കില്ല എന്നൊരു വാദമാണ് ഈ പുള്ളിക്കാരൻ പത്രസമ്മേളനത്തിലൂടെ അവതരിപ്പിച്ചത്. വളരെ രസകരമായൊരു കാരണവും അതിനെക്കുറിച്ച് പുള്ളി പറഞ്ഞു. ഏകദേശം 32 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ചൂടുള്ള പ്രദേശമാണ് കേരളം. ആ ചൂടിനെ ഒരിക്കലും കൊറോണ വൈറസ് അതിജീവിക്കില്ല എന്നാണ് പുള്ളി പത്രസമ്മേളനത്തിന് മുൻപ് തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചത്. ആരോഗ്യ വിദഗ്ധരെ പോലും ഞെട്ടിച്ച ആ മണ്ടൻ വാദത്തിൻ്റെ മുന ഒഴിച്ചുകൊണ്ട് ഡോക്ടർ ഷിംന അസീസ് ഉൾപ്പെടെയുള്ള നിരവധി പേർ അന്ന് രംഗത്തെത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടായിരുന്നു സെൻകുമാർ പത്രസമ്മേളനം നടത്തിയത്. അപ്പോഴാണ് ടി സെൻകുമാർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഇന്നും ആദ്യം ഓർക്കുന്ന ആ സംഭവം ഉണ്ടായത്. 32 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ കോവിഡ് വൈറസ് അതിജീവിക്കില്ല എന്ന് പറഞ്ഞത് താനല്ല എന്നും അത് പറഞ്ഞത് ഡോക്ടർ ബെഞ്ചമിൻ ബെയ്ലി എന്നയാൾ ആണെന്നുമാണ് പുള്ളി പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. അന്ന് ഈ ബെഞ്ചമിൻ ബെയ്ലിയെ തിരക്കി പുള്ളിക്കാരൻ മൊബൈൽ ഫോണിൽ പരിശോധന നടത്തുന്ന രംഗമൊക്കെ ഒരുപാട് ട്രോളുകൾ ഏറ്റുവാങ്ങിയിരുന്നു. കോവിഡ് വൈറസ് 32 ഡിഗ്രി സെൻറ്റിഗ്രേഡിലല്ല 52 പോലും വളരുമെന്ന് ലോകത്താകമാനം നടന്ന മരണങ്ങൾ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അതിനൊപ്പം മറ്റൊരു സത്യം കൂടി നമുക്ക് മനസ്സിലായി. ഇതിനെക്കുറിച്ച് യാതൊരു വിവരവും സെൻകുമാറിന് ഇല്ല എന്ന കാര്യം. അതിനേക്കാൾ ഏറെ ഞെട്ടിപ്പിച്ചത് ഒരു IPS ഉദ്യോഗസ്ഥനായിട്ട് കൂടി വാട്സപ്പിലൂടെ ആരോ അയച്ച ബെഞ്ചമിൻ ബെയ്ലിയുടെ മെസ്സേജ് അദ്ദേഹം പത്രസമ്മേളനത്തിൽ വായിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഒരാളുണ്ടോ എന്നും അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ ആ പുള്ളിക്കാരൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നും ഗൂഗിളിൽ പോലും സെർച്ച് ചെയ്ത് നോക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി പുള്ളിക്കന്ന് തോന്നിയില്ല എന്ന് പറയുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിവിൽ സർവീസ് പാസ്സായ ഉദ്യോഗസ്ഥർ അറിവിൻ്റെ നിറകുടങ്ങളാണെന്ന നമ്മുടെ ധാരണ അവിടെ തകർന്നു വീഴുകയായിരുന്നു. ഞാൻ ഇത്രയും പറഞ്ഞു വന്നത്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീണ്ടും ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അത് മറ്റാരുമല്ല, തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറും മുൻ IPS ഉദ്യോഗസ്ഥയുമായ ശ്രീലേഖ തന്നെയാണത്. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറാകാൻ വേണ്ടിയാണ് താൻ മത്സരിച്ചതെന്നും എന്നാൽ തനിക്ക് മേയറാകാൻ കഴിഞ്ഞില്ലെന്നും വ്യക്തമാക്കിക്കൊണ്ട് ശ്രീലേഖ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയിരുന്നു. ഇത്തരത്തിലൊരു വലിയ വാർത്ത കിട്ടിയാൽ മാധ്യമങ്ങൾ തീർച്ചയായും അത് ആഘോഷിക്കും. അവരത് ആഘോഷിച്ചു. സംഭവം വലിയ വിവാദമായതോടെ വിശദീകരണവുമായി ശ്രീലേഖ വീണ്ടും രംഗത്തെത്തി. ഇത്തവണ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് പുള്ളിക്കാരത്തി എത്തിയത്. കുറ്റം മാധ്യമങ്ങൾക്കായിരുന്നു. തൻ്റെ അഭിമുഖത്തിൻ്റെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയാണ് എന്നാണ് ശ്രീലേഖ പറഞ്ഞത്. എന്നാൽ അഭിമുഖത്തിൻ്റെ ഒരു ഭാഗമായാലും അതിനുള്ളിൽ മേയറാകാൻ വേണ്ടിയാണ് തന്നെ മത്സരിപ്പിച്ചത് എന്നും എന്നാൽ മേയറായില്ല എന്നും ശ്രീലേഖ പറയുന്നുണ്ടെങ്കിൽ അതിനെ അടർത്തിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി അഭിമുഖം വെട്ടിമുറിക്കാതെ മുഴുവൻ കേൾപ്പിച്ചാലും കാര്യം ഇങ്ങനെ തന്നെയായിരിക്കും. എന്തായാലും മേയർ സ്ഥാനം ലഭിക്കാത്തതിനാൽ പുള്ളിക്കാരത്തിക്ക് ഇക്കാര്യത്തിൽ വലിയ വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കാനില്ല എന്ന് മറ്റാരോടും ചോദിക്കാതെ ശ്രീലേഖ സ്വയം പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരം ജില്ലയിൽ BJPക്ക് സാധ്യതയുള്ള 3-4 മണ്ഡലങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന വട്ടിയൂർക്കാവ്. ശ്രീലേഖയുടെ വായിൽ നിന്നും താനില്ല എന്ന വാക്ക് പുറത്തു വന്നതോടെ ആവശ്യത്തിലേറെ തള്ളലുകൾ വട്ടിയൂർക്കാവിൽ ഇപ്പോൾ നടക്കുകയാണ്. BJPയുടെ പഴയ സംസ്ഥാന പ്രസിഡന്റുമാരായ K സുരേന്ദ്രനും കുമ്മനം രാജശേഖരനുമൊക്കെ വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചെത്തി കഴിഞ്ഞു. എന്നാൽ BJPയെ സംബന്ധിച്ച് വട്ടിയൂർക്കാവോ നിയമസഭയോ ഒന്നും ഇപ്പോൾ പ്രശ്നമല്ല. ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം ശാസ്തമംഗലം വാർഡ് കൗൺസിലർ കൂടിയായ ശ്രീലേഖയെ സമാധാനിപ്പിക്കുക എന്നുള്ളതാണ്. ചിലരുടെ സ്വഭാവമനുസരിച്ച് ഏതെങ്കിലും രീതിയിലുള്ള പ്രകോപനവും മറ്റും പാർട്ടിയിൽ നിന്നും ഉണ്ടായാൽ ഉറപ്പായും അവർക്ക് പാർട്ടി വിടുന്നതിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമുണ്ടാകില്ല. ഇത് ആർക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ BJPയിലെ തിരുവനന്തപുരത്തെ വലിയ നേതാക്കൾക്കറിയാം. ഭൂരിപക്ഷമില്ലാതെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു വിഷയം. ശ്രീലേഖയ്ക്ക് മേയർ സ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞ് മത്സരത്തിനിറക്കുകയും എന്നാൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ പതുക്കെ ഒഴിവാക്കുകയും ചെയ്തത് ആരുടെ ബുദ്ധിയായിരുന്നു? അതല്ല, യഥാർത്ഥത്തിൽ ശ്രീലേഖയ്ക്ക് മേയർ സ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നോ? അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് VV രാജേഷ് മേയറായി മാറിയത്?
ബി.ജെ.പിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ അണിയറയിൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കൃത്യമായുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം വാർഡിൽ ശ്രീലേഖയെ മത്സരിപ്പിക്കാൻ രംഗത്തിറക്കിയ ബി.ജെ.പി ആ സമയത്ത് നൽകിയ വാഗ്ദാനം ബി.ജെ.പി തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിജയിക്കുകയാണെങ്കിൽ കൂടെ ശാസ്തമംഗലത്ത് ശ്രീലേഖ വിജയിക്കുകയും കൂടി ചെയ്താൽ മേയർ സ്ഥാനം നൽകാം എന്നുള്ളത് തന്നെയായിരുന്നു. പഴയ തിരുവിതാംകൂറിൻ്റെ ഈ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം നഗരത്തിൻ്റെ മേയർ എന്ന സ്ഥാനം പാരമ്പര്യ മൂല്യങ്ങളിൽ മുറുകെ പിടിക്കുന്ന ശ്രീലേഖയെ അത്രത്തോളം മോഹിപ്പിച്ചിരുന്നു. എതിർപ്പുകൾ ഒത്തിരി ഉണ്ടായിട്ടും ശ്രീലേഖ ശാസ്തമംഗലം വാർഡിൽ വിജയിച്ചു. പ്രതീക്ഷിക്കാതെ തന്നെ ബി.ജെ.പിക്ക് കോർപ്പറേഷൻ ഭരണവും ലഭിച്ചു. ഇനിയാണ് പ്രധാന ചോദ്യം, ആരാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് ശ്രീലേഖയ്ക്ക് മേയർ സ്ഥാനം നൽകാമെന്ന് വാക്ക് നൽകിയത്? സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ തിരുവനന്തപുരത്തെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ എസ് സുരേഷ് സത്യത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പി പിടിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഈ പറയുന്ന മുതിർന്ന ബി.ജെ.പി നേതാക്കൾക്കില്ലായിരുന്നു. കടബാധ്യതയെ തുടർന്ന് കോർപ്പറേഷനിലെ ബി.ജെ.പി കൗൺസിലർ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിസന്ധി പാർട്ടിയിൽ നിലനിൽക്കുന്ന സാഹചര്യം കൂടിയായിരുന്നു തിരുവനന്തപുരത്ത്. എന്നാൽ ആ സാഹചര്യങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് പാർട്ടി അവിടെ വിജയിച്ചു. അതോടുകൂടിയാണ് മേയർ ആരാണ് എന്ന ചോദ്യം ഉയർന്നത്. മുൻ IPS ഉദ്യോഗസ്ഥയായ ശ്രീലേഖ മേയറായി വന്നാൽ ബി.ജെ.പിക്ക് ഗുണം ചെയ്യുമെന്നുള്ള ഒരു വാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്തെ മുതിർന്ന ബി.ജെ.പി നേതാക്കളെല്ലാം പിന്തുണച്ചത് ശ്രീലേഖയെ തന്നെയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും ശ്രീലേഖയ്ക്ക് തന്നെയായിരുന്നു പിന്തുണ നൽകിയത്. അപ്പോഴൊന്നും ഈ പറയുന്ന വി രാജേഷിൻ്റെ പേര് ചിത്രത്തിലേ വന്നിരുന്നില്ല. പുറമെ സീനിയോറിറ്റി ഉള്ള നേതാവ് എന്ന അടിസ്ഥാനത്തിൽ വി രാജേഷിൻ്റെ പേരുകൾ മാധ്യമങ്ങൾ ഉയർത്തിക്കാട്ടുന്നുണ്ടായിരുന്നു എങ്കിലും ബി.ജെ.പിയുടെ ഉയർന്ന ഘടകങ്ങളുടെ ലിസ്റ്റിൽ രാജേഷ് ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ശ്രീലേഖയെ മേയറാക്കാനുള്ള തീരുമാനം ദേശീയ നേതൃത്വം അംഗീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതിനാൽ ശ്രീലേഖയുടെ പേരുമായി രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിലേക്ക് വിമാനം കയറി. ഈ കഥയിൽ ട്വിസ്റ്റ് സംഭവിക്കുന്നത് ഡൽഹിയിൽ വച്ചാണ്. രാജീവ് ചന്ദ്രശേഖർ ആ ശ്രീലേഖയുടെ പേരുമായി ഡൽഹിയിലെത്തി ബി.ജെ.പി നേതൃത്വത്തിന് പേര് കൈമാറി അനുമതിക്ക് വേണ്ടി കാത്തിരുന്നു. എന്നാൽ നേതൃത്വം ശ്രീലേഖയുടെ പേര് ഒഴിവാക്കുകയായിരുന്നു. പകരം നേതൃത്വം നിർദ്ദേശിച്ചത് തലസ്ഥാനത്തെ മുതിർന്ന ബി.ജെ.പി നേതാവും കാലങ്ങളായി ബി.ജെ.പി കൗൺസിലറുമായ വി രാജേഷിൻ്റെ പേരായിരുന്നു. സംസ്ഥാനത്തെ മുൻ DGP ആയ ആ ശ്രീലേഖയെ, അതായത് കോർപ്പറേഷൻ ബി.ജെ.പി പിടിച്ചെടുത്താൽ മേയറാക്കാമെന്ന് വാക്കു നൽകി മത്സരിപ്പിച്ച ആ ശ്രീലേഖയെ ഒഴിവാക്കി വി രാജേഷിനെ മേയർ സ്ഥാനത്തേക്ക് ദേശീയ നേതൃത്വം കൊണ്ടുവന്നപ്പോൾ ഞെട്ടിയത് സംസ്ഥാനത്തെ, പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെ ബി.ജെ.പി നേതൃത്വമായിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? വി രാജേഷിനെ ഒഴിവാക്കാൻ വേണ്ടി ശ്രീലേഖയെ മത്സരിപ്പിച്ച തലസ്ഥാനത്തെ ബി.ജെ.പി നേതാക്കൾക്കും മുകളിലൂടെ രാജേഷ് എത്തിയത് ഒരേ ഒരു ബലത്തിലാണ്. ചെറുതും വലുതുമായ നേതാക്കളെല്ലാം ശ്രീലേഖയ്ക്ക് വേണ്ടി അണിനിരന്നപ്പോൾ വി രാജേഷിനെ മേയറാക്കണമെന്നാവശ്യപ്പെട്ടത് RSS ആയിരുന്നു. RSS സംഘടനയുടെ പിന്തുണയോടുകൂടിയാണ് വി രാജേഷ് തിരുവനന്തപുരം മേയറായി മാറിയതെന്ന വിവരങ്ങളാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ ബി.ജെ.പി നേതാക്കളിൽ നിന്ന് ലഭിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറുതും വലുതുമായ എല്ലാ നേതാക്കളും ശ്രീലേഖയ്ക്ക് വേണ്ടി അണിനിരന്നപ്പോൾ RSS എന്ന ഒറ്റ സംഘടനയുടെ ബലത്തിൽ അവർ ബി.ജെ.പി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതനുസരിച്ച് വി രാജേഷ് തിരുവനന്തപുരം മേയറായി ചുമതലയേൽക്കുകയായിരുന്നു. ഡൽഹിയിൽ നിന്നും തിരിച്ചു വന്ന രാജീവ് ചന്ദ്രശേഖർ വി രാജേഷിനെയാണ് കേന്ദ്ര നേതൃത്വം മേയറാക്കാനായി തീരുമാനിച്ചിരിക്കുന്നത് എന്നറിയിച്ചതോടെ ശ്രീലേഖ സപ്പോർട്ടർ ആയ നേതാക്കളൊക്കെ അണഞ്ഞു. ഇതിനിടെ സമവായം എന്ന നിലയിൽ ആ ശ്രീലേഖയ്ക്ക് ഡെപ്യൂട്ടി മേയർ സ്ഥാനം കൊടുക്കാനുള്ള നിർദ്ദേശമുണ്ടായി. എന്നാൽ മേയർ സ്ഥാനം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് നിരാശയിലായ ശ്രീലേഖ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറായില്ല എന്നാണ് അണിയറയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിന് ശ്രീലേഖയ്ക്ക് താൽപ്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് വനിതകളിൽ സീനിയർ എന്ന നിലയിൽ ആശാനാഥിന് ഡെപ്യൂട്ടി മേയർ സ്ഥാനം നൽകേണ്ടി വന്നത്. പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് തിരുവനന്തപുരം മേയർ സ്ഥാനത്തേക്ക് കേരളത്തിലെ ബി.ജെ.പി നേതാക്കളുടെ പിന്തുണ വി രാജേഷിന് ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ്. നേതാക്കളുടെ പിന്തുണ എല്ലാം ശ്രീലേഖയ്ക്കായിരുന്നു എങ്കിലും ഈ നേതാക്കളെ എല്ലാം നിയന്ത്രിക്കുന്ന RSSൻ്റെ പിന്തുണ വി രാജേഷിന് ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് വി രാജേഷ് ഇപ്പോൾ തിരുവനന്തപുരം മേയറായിരിക്കുന്നത്. ഭരണരംഗത്ത് പരിചയമില്ലാത്തവർ തിരുവനന്തപുരം പോലെയുള്ള ഒരു വലിയ കോർപ്പറേഷനിൽ മേയർ സ്ഥാനത്തേക്ക് വരുന്നത് ഭരണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് RSS ശ്രീലേഖയ്ക്ക് മേയർ സ്ഥാനം നിഷേധിച്ചതെന്നാണ് മനസ്സിലാകുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ അത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് RSSും ബി.ജെ.പിയും വിശ്വസിക്കുന്നുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വിജയത്തെ മുൻനിർത്തി ജില്ലയിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നും അവർ കരുതുന്നു.
ശ്രീലേഖയാണ് ഈ സ്ഥാനം ഏൽക്കുന്നതെങ്കിൽ മേയർ സ്ഥാനത്തിന് മുകളിൽ പാർട്ടിക്കുള്ള നിയന്ത്രണം നഷ്ടമാകുമെന്ന് തന്നെ RSS നേതൃത്വം കരുതുന്നുണ്ട്. എന്നാൽ വി രാജേഷ് ആകുമ്പോൾ പാർട്ടിയിൽ പ്രവർത്തിച്ചും ഈ കൗൺസിലറായി പ്രവർത്തിച്ചും പരിചയമുള്ളത് കൊണ്ട് വിശ്വസിക്കാമെന്നുള്ളതാണ് RSSന്റെ കരുതൽ. ആ കരുതലാണ് ശ്രീലേഖയ്ക്ക് മേയർ സ്ഥാനം നിഷേധിച്ചതും നേതാക്കളുടെ തലയ്ക്ക് മുകളിലൂടെ വി രാജേഷ് തിരുവനന്തപുരം മേയറായി മാറിയത്. മേയറാക്കാം എന്ന് പറഞ്ഞ് പറ്റിച്ചു എന്ന് കഴിഞ്ഞ ദിവസം ശ്രീലേഖ പറഞ്ഞത് വെറുമൊരു നാക്കുപിഴയല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശ്രീലേഖയുടെ വിഷമം പറച്ചിൽ ഇനിയും തുടർന്നുകൊണ്ടിരിക്കുമെന്ന് തന്നെയാണ് അവർ പറയാതെ പറയുന്നത്. ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ളത് കൊണ്ട് മാത്രം BJPയോട് പോടാ പുല്ലേ എന്ന് പറഞ്ഞിട്ട് പോകുന്നില്ല എന്നാണ് ശ്രീലേഖ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിനർത്ഥം ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം മാറ്റിവെച്ചാൽ BJPയോട് വേണമെങ്കിൽ അങ്ങനെ പറയാമെന്നുള്ളത് തന്നെ. വി രാജേഷ് ഉൾപ്പെടെയുള്ള തിരുവനന്തപുരത്തെ BJP നേതാക്കൾ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു.